പ്രിയമുള്ളവരെ, വചനജ്വാല 1549 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് നവംബർ 27 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളും 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവാക്യങ്ങളുമാണ് നാം ശ്രവിക്കുക. കൃതജ്ഞതാഗീതം. അന്ന് നീ പറയും, കർത്താവേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ, ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിക്കുടിക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവർത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം അതറിയട്ടെ. സിയോൻ നിവാസികളെ ആർത്തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. നാം 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ കൂടി നാം ശ്രവിക്കുന്നു. ജനതകൾക്കെതിരെ ബാബിലോൺ. ആമോസിന്റെ പുത്രനായ ഏശയ്യായ്ക്ക് ബാബിലോണെ സംബന്ധിച്ചുണ്ടായ ദർശനം. മൊട്ടക്കുന്നിൽ അടയാളം ഉയർത്തുവിൻ. അവരോട് ഉച്ചത്തിൽ വിളിച്ചു പറയുവിൻ. പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കുള്ളിൽ പ്രവേശിക്കാൻ കൈവീശി അവർക്ക് അടയാളം നൽകുവിൻ. ഞാൻ തന്നെ എൻ്റെ വിശുദ്ധ ഭടന്മാരോട് കൂടെ കൽപ്പിച്ചു. എൻ്റെ കോപം നടപ്പാക്കുന്നതിന് എൻ്റെ ഔന്നത്യത്തിൽ അഭിമാനം കൊള്ളുന്ന വീരപോരാളികളെ ഞാൻ നിയോഗിച്ചു. അതാ, പർവ്വതങ്ങളിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേത് പോലുള്ള ആരവം, രാജ്യങ്ങളുടെ അലർച്ച, ജനതകൾ ഒന്നിച്ചു ചേരുന്ന ശബ്ദം. സൈന്യങ്ങളുടെ കർത്താവ് സൈന്യത്തെ അണിനിരത്തുന്നു. ഭൂമിയെ ഒന്നാകെ നശിപ്പിക്കാൻ കർത്താവും അവിടുത്തെ രോഷത്തിന്റെ ആയുധങ്ങളും ദൂരദേശത്ത് നിന്ന്, ആകാശത്തിന്റെ അതിരുകളിൽ നിന്ന് വരുന്നു. ഉച്ചത്തിൽ വിലപിക്കുവിൻ. കർത്താവിന്റെ ദിനം സമീപിച്ചിരിക്കുന്നു. സർവശക്തനിൽ നിന്നുള്ള വിനാശം പോലെ അത് വരും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഗ്രീസിലെ വിശുദ്ധ മാക്സിമൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. പ്രോവിൻസിൽ ജനനം, ഇന്ദ്രിയ നിഗ്രഹണം, ആശാപാശങ്ങൾ നിയന്ത്രണം, അഗാധമായ എളിമ എന്നിവ മൂലം മാക്സിമൂസ് എല്ലാവർക്കും ഉത്തമ മാതൃക നൽകി. സുന്ദരനും മധുരപ്രകൃതരുമായിരിക്കുക മാക്സിമൂസ് വഴിതെറ്റാൻ ഇടയായിരുന്നു. എങ്കിലും പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃതാഭ്യാസങ്ങളിലും പഠനത്തിലും കഴിഞ്ഞു. അവസാനം ലോകത്തോട് തന്നെ ബന്ധിക്കുന്ന ചങ്ങല വിച്ഛേദിച്ചു. തൻ്റെ സമ്പത്ത് ദരിദ്രർക്ക് ദാനം ചെയ്ത്
ലെറിൻ ആശ്രമത്തിൽ ചേർന്നു. ആശ്രമാധിപൻ ആർച്ച് ബിഷപ്പായപ്പോൾ മാക്സിമോസ് ആബട്ടായി. ലെറിനിലെ മെത്രാൻ സ്ഥാനം ഒഴിവന്നപ്പോൾ മാക്സിമോസ് ഒളിവിൽ പോയി. വീണ്ടും റീസ് രൂപതയുടെ മെത്രാൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഒളിവിൽ പോവുകയാണുണ്ടായത്. എങ്കിലും അദ്ദേഹത്തെ തിരഞ്ഞു പിടിച്ച് മെത്രാനാക്കി. അവിടെയും ആശ്രമ നിയമങ്ങൾ കർശനമായി പാലിച്ച് ജീവിച്ച് 460 നവംബർ മാസം 27-ാം തീയതി ദിവംഗതനായി. പ്രിയമുള്ളവരെ, വിശുദ്ധ മാക്സിമോസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.